അപ്പം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ICUവിലായിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നെന്ന്. ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നുണ്ട്, ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, കൊച്ചിൻ്റെ ICUവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും അതുപോലെ കൊച്ച് ICUവിലായിരുന്നപ്പം ഒരു ബുക്ക് എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തനം 91 അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അരികെ ഇരുന്ന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിലെ ഈ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും അവൻ ഇമ്പ്രൂവ് ആയി തുടങ്ങി. ഇപ്പം അതൊക്കെ കഴുത്ത് ബെറ്ററായി തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം വരുന്നു പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഈ ശനിയാഴ്ച വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരു 3 മാസമെങ്കിലും സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരും മിനിമം, എന്നാലും ഇവൻ നേരെ ആവത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഫുൾ റിക്കവേർഡ് ആവുമോ ഡോക്ടർ? അപ്പോൾ പറഞ്ഞു, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 80% ഓക്കെ ആവും, 20% നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും, ബ്രെയിനിന് വന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല, ഡോക്ടേഴ്സും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ സമയം കൊണ്ട് ഉടമ്പടി പത്രം വായിച്ചു, പിന്നെ പ്രാർത്ഥന പുസ്തകം വായിച്ചു, കാശുരൂപ ഉപയോഗിച്ചു. തൈലം മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. അങ്ങനെ